സ്റ്റാർസ്. അപ്പോൾ ഇത് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുത്താലോ? എന്ത് ഓർഗനൈസർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു ഓർഗനൈസർ എന്നും പറയാം, അതുപോലെ തന്നെ ഹോൾഡർ എന്നും പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഹോൾഡർ എന്ന് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നില്ല, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. മനസ്സിലായവർ ഇപ്പം തന്നെ വേഗം വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ വേഗം പോയിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം നമ്മളിങ്ങൊരു തീർന്ന മരുന്ന് പിന്നെ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. സോ രണ്ട് ഐറ്റം വെച്ച് നമുക്ക് എടുക്കാം. ഒന്ന് ഇതാണ്. സോ അപ്പം എന്തായാലും തീർന്നു പോയ പെട്ടികളൊക്കെ എൻ്റെ മുമ്പിൽ കണ്ടാൽ ഞാൻ അതിനെ പറക്കിയെടുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെടുത്തുന്നിട്ട് ഇനി നമുക്ക് ഇനി ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ടൈപ്പ് പേപ്പർ ആവാം. അപ്പം ഇച്ചിരി ക്യൂട്ട് ആയിക്കോട്ടെ എന്ന് വെച്ച് നല്ല പേസ്റ്റൽ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ എന്തായാലും അത് മൂന്നായിരിക്കും. പക്ഷേ അല്ല, അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ കുറേ ക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്താൽ ഉറപ്പായി നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ്, അതുപോലെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസ് കുറേ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. സോ ഞാൻ എന്തായാലും അപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുള്ളൂ എൻ്റെ മക്കളെ. അതുകൊണ്ട് തന്നെ വേഗം ചെയ്തു. പിന്നെ അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. സോ അപ്പം എന്തായാലും നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് വെക്കണം. ഞാനിതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരാം. ബൈ. അപ്പോൾ കുറേ ദിവസം പിന്നെ പറ്റി. അപ്പോൾ കുറച്ചൊക്കെ ദിവസമായില്ലേ നമ്മൾ ക്രാഫ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ഇന്നാവാണ്. അപ്പോൾ എന്തായാലും പിന്നെ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം എങ്ങനെ മടക്കാമെന്ന് വെച്ചിട്ട് എന്നോട് എൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ, അപ്പോൾ എന്താണ് അതിലിട്ടൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടങ്ങിട്ടിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ അതിന് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ആക്കിയെടുത്ത് ക്വാളിറ്റി കുറവാണെങ്കിലും ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. സോ അവർക്കൊക്കെ ആക്ച്വലി നല്ല താങ്ക് യു ഫീൽ കിട്ടും. ഒരു ഉള്ളിൽ തന്നെ വിൻറ്റേജ് ആയിട്ടുള്ള ഇത് കിട്ടും. വിൻറ്റേജ് പ്ലസ് ക്യൂട്ട് പ്ലസ് ആസ്തറ്റിക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പം എന്തായാലും നമുക്ക് ഇനി കുറച്ചും കൂടെ ഡെക്കറേഷൻ പണികളൊക്കെ വേണമെങ്കിൽ എന്തായാലും പുറത്ത് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് വരാം. നമ്മുടെ സ്റ്റിക്കർ കളക്ഷനിൽ നിന്ന് 2-3 സ്റ്റിക്കേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. കവായ സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, ആസ്തറ്റിക് സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ ഡാർക്ക് സ്റ്റിക്കേഴ്സ്. അതൊക്കെ നിങ്ങളുടെ ഓണം പോലെ തന്നെ വരും. ഇപ്പം ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള അതുപോലെ തന്നെ കവായി ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. സംഭവം ഇതിൻ്റെ ലിങ്ക് എനിക്ക് തരാൻ പറ്റില്ല, ബിക്കോസ് ഇത് നമ്മൾ സൗദിയിൽ നിന്ന് എനിക്ക് എൻ്റെ മാമ കൊണ്ട് തന്നതാണ്. ഇതെനിക്ക് നാട്ടിൽ നിന്ന് എന്താ ഇതും ദുബായിൽ നിന്ന് അല്ല സൗദിയിൽ നിന്നാണ് വാങ്ങിച്ചത്. സോ ഇതിൽ ഏറ്റവും പേസ്റ്റൽ കളറായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. നിങ്ങൾക്ക് ഏതാ തോന്നിയതെന്ന് ജസ്റ്റ് പറഞ്ഞു. ഇതും തോന്നി, പിന്നെ ഇതും തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് തന്നെ എടുത്ത് വെച്ചേക്കാം. എന്തായാലും ഇതായിട്ട് എന്തിനെ കൊടുക്കണത്. ഓക്കെ, എന്തായാലും ഈ സംഭവം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡെക്കറേഷൻ പണിയില്ല, പക്ഷേ അതിന് ഇനി ബാക്കിൽ ഒരു കവായി സ്റ്റിക്കറും കൂടെ വേണ്ടേ. സോ കവായി സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ഇത് വലിയൊരു ഷീറ്റാണ്, എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെലക്ട് ചെയ്തത്. ഈ ഒരു കുട്ടി റോസാണ് ഞാൻ സെലക്ട് ചെയ്തത്. സോ ഇത് ഭയങ്കര ക്യൂട്ട് ആൻഡ് ആസ്തറ്റിക് ആണ്. ഞാനിത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. കിട്ടി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും മൈ ഗോഡ് ജസ്റ്റ് ടിയർ ആയി പോയിട്ടുണ്ട്. കുപ്പില്ല നല്ല കവായി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സൈഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ സൈഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഇച്ചിരി കൂടെ ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. സോ പിന്നെ നമ്മൾ വാഷി ടാപ്സ് ആണ് പുറത്ത് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്തായാലും അതൊക്കെ ഒട്ടിച്ചിട്ട് വരാം. അത് ഈ വാഷി ടാപ്പ് എന്ന് പറയുന്നത് വാങ്ങിച്ചില്ല കേട്ടോ, ഹോം മെയ്ഡാണ്. അപ്പം എല്ലാവരും എന്താ വാഷി ടാപ്പ് ഉണ്ടാക്കുന്ന കുറേ പേര് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്താ പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തായാലും എൻ്റെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് പിസ്ത കളർ ആയതുകൊണ്ട് തന്നെ ഞാനും ഒരു പിസ്ത കളർ വാഷി ടാപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാനും ഒരു വാഷി ടാപ്പ് പിസ്ത കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് ചേരുന്ന കുറച്ച് ഡിസൈൻ ഇലകളാണ് എൻ്റെ എപ്പോഴും ഉള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഗ്രീൻ കണ്ടാൽ എനിക്ക് ഇലകളാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. പിങ്ക് കണ്ടാൽ എനിക്ക് ഹാർട്ട് ഷേപ്പാണ് ഏറ്റവും തോന്നുന്നത്. പിന്നെ പിന്നെ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചില്ലെങ്കിൽ കൊളല്ലേ. പിന്നെ എൻ്റെ കസിൻസും ഫ്രണ്ട്സൊക്കെ ചോദിച്ചു ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന ഈ ഡെസ്ക് ഉണ്ടല്ലോ, അത് ഈ സംഭവം കണ്ടോ, അത് ആ സംഭവം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ സോ ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. അത് നമ്മൾ ക്ലീനിങ് ഡെസ്കിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഇതായിരുന്നു. സോ ഇതുപോലെ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ മാറ്റർ കേസിൽ പോയി ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വാഷി ടാപ്പ്. ഇപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ സ്റ്റിക്കും കൂടെ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്, അതാരും മെയിൻ ചെയ്യാതിരിക്കരുത്. സോ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ്. ലോങ് വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് ദിവസം എനിക്ക് ഷോർട്ട്സ് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത്. സോ ഇത് എങ്ങനെയാണെന്നൊക്കെ പറയാം കേട്ടോ വാഷി ടാപ്പ്. അല്ലെങ്കിൽ വലിയ പൊളിച്ചിട്ടുണ്ടാവില്ല, ഹോം മെയ്ഡ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ.
അഥവാ നിങ്ങൾക്ക് ഒറിജിനൽ എന്ന് വേണമെങ്കിൽ പോയി വാങ്ങിച്ചു. നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ആശീർവാദം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ഇഷ്ടപ്പെട്ടവരുണ്ടാവും. സോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വന്നത് ഓർഗനൈസർ ആണോ ഹോൾഡർ ആണോ അതൊന്നും എനിക്കറിയില്ല. സോ ആളിക്കൊത്തിക്കൂടാനാണ് കിട്ടി ഗായ്സ്. ഭയങ്കര ആളിക്കത്തിലാണ്. ബിക്കോസ് ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ മെഴുകുതിരിയൊക്കെ തീർന്നു, പുതിയത് വാങ്ങിക്കാൻ നോക്കി. ഇതും തീരാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി കുറച്ച് ബ്യൂട്ടിയൊക്കെ കുറച്ചാലോ. കാരണം ഇതൊക്കെ കടത്തുമ്പോൾ തന്നെ പകുതി ബ്യൂട്ടിയും പോവും. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് 5-6 ക്യാൻഡിലിൻ്റെ സെറ്റ് തന്നെ വാങ്ങിച്ചു വെക്കാം കേട്ടോ. സംഭവം ഇത് ഈ ക്യാൻഡിൽ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയാണ്. ഇതും ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സംഭവം ആവശ്യമില്ലാത്ത എക്സ്പയറി ഡേറ്റ് അതിന് ഒരു ലിപ് സ്ക്രബ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ മെഴുകുതിരി കുത്തിക്കയറ്റി വെച്ച് അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരു കുഞ്ഞ് ആണ് എടുത്തതും. സോ അതായത് നമുക്കിത് കടത്താം. പക്ഷേ അതിന് മുമ്പ് കുറച്ച് കൂടെ കാണിച്ചു തരാം. അപ്പം ഇതെന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യാ ഗൈസ്, ഒരു മിനിയേച്ചർ പെൻ ഹോൾഡർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പെന്നോ സ്കെച്ചസോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. അത് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണം, സ്കൂളിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇനി എന്ത് ക്രാഫ്റ്റ് സജഷനാണ് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മൾ ചെയ്യും, ഉറപ്പാണ്. സോ ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഓമൈഗോഡ്, ജസ്റ്റ് ക്യാമറ തിരിഞ്ഞതാണ്, ഒന്നും പറ്റിയിട്ടില്ല, പേടിക്കണ്ട. സോ അപ്പോൾ ഇത് ജസ്റ്റ് ഇതിന് സ്റ്റാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടിയിൽ ഉള്ളിൽ വല്ല വെയിറ്റുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ മതി. കാരണം ഇത്രയും വെയിറ്റ് കൂടിയ സാധനം ഒരു കുറഞ്ഞ സാധനത്തുനിന്ന് വെക്കുമ്പോൾ അത് അത്യാവശ്യം ഇതാവും. പിന്നെയും പേടിക്കണ്ട, ക്യാമറ തിരിഞ്ഞതാണ്. സോ അപ്പോൾ ഇതെങ്ങനെയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വെറും 100 സബ്സ്ക്രൈബ് ആയാൽ ഒരു ഗീവ് ഉറപ്പായിട്ടുണ്ടാവും. അല്ലെങ്കിൽ 80 സബ്സ്ക്രൈബ് ആയാൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കണതിനേക്കാളും ഇച്ചിരി സ്പീഡായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുണ്ട്, ചെറുതായിട്ട് കൂടുന്നുള്ളൂ. ഇന്നലെ വരെയും 43 ആയിരുന്നു, ഇന്ന് 44 ആയിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരുന്നതെന്നാണ് ഞങ്ങളുടെ വിചാരം. അത് നിങ്ങൾ കളയരുത്. നിങ്ങളുടെ സജഷനൊക്കെ കിട്ടും, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഷോർട്സ് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിത് ലോങ് വീഡിയോ ആക്കി ഇട്ടത്. അപ്പോൾ കുത്തിരുന്ന് കണ്ടോ, ഇന്നത്തേക്കുള്ളതല്ലേ. അപ്പോൾ നാളത്തേക്കുള്ള ഞാൻ നാളെ വരാം. എന്നാൽ ശരി. പക്ഷെ നാളെ ഒരു സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ നാളത്തെ ടെസ്റ്റും സ്പെഷ്യലൊക്കെ നാളെ കണ്ടാൽ മതി. അത് നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു സർപ്രൈസ് തന്നെയായിരിക്കും എന്നാണ് വിചാരം. എനിക്ക് നല്ല സർപ്രൈസാണ്. നിങ്ങൾ നാളെ കണ്ടാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.